Welcome to a video tutorial on the short story The Scholarship Jacket, which is included in the 10th Standard English textbook. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒരു അധ്യായമായ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ചെറുകഥയെ സംബന്ധിച്ച ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. First, let's have some background information about the story and the writer. The short story The Scholarship Jacket is written by Martha Salinas, which tells the story of a 14-year-old Mexican-American girl, Martha. The writer, Martha Salinas, born 1949, is a native of Coalinga, California. She graduated in creative writing from the University of California at Irvine. The Scholarship Jacket is one of the several short stories Salinas has published in journals and collections. മാർത്ത സാലിനാസ് എന്ന വിഖ്യാതിയായ എഴുത്തുകാരി എഴുതിയ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ഈ ചെറുകഥ ഒരു മെക്സിക്കൻ അമേരിക്കനായ 14-കാരി മാർത്ത എന്ന പെൺകുട്ടിയുടെ കഥയാണ്. 1949 ജനിച്ച മാർത്ത സാലിനാസ് എന്ന ഈ കഥാകൃത്ത് കാലിഫോർണിയയിലെ കോലിംഗ പ്രദേശത്തുകാരിയാണ്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്രിയേറ്റീവ് റൈറ്റിംഗ് അഥവാ സാഹിത്യരചനയിൽ ബിരുദം നേടിയ അവർ ധാരാളം ചെറുകഥകൾ രചിച്ചിട്ടുണ്ട്. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ഈ കഥ കഥാസമാഹാരങ്ങളിലും മറ്റു പ്രസിദ്ധീകരണങ്ങളിലും ഒക്കെയായി മാർത്ത സാലിനാസ് പ്രസിദ്ധീകരിച്ച പല കഥകളിലൊന്നാണ്. This is an inspiring story of a schoolgirl's efforts and struggles of making her dreams come true. ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി അവൾ നടത്തുന്ന അധ്വാനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ആവേശം ഉയർത്തുന്ന ഒരു കഥയാണിത്. This is a touching story of a Mexican-American girl's bitter experiences of discrimination she had to face in her school and even from her own teachers. മെക്സിക്കൻ അമേരിക്കക്കാരിയായ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിക്ക് തന്റെ സ്കൂളിൽ നിന്നും തന്റെ സ്വന്തം അധ്യാപകരിൽ നിന്ന് പോലും താൻ ഒരു മെക്സിക്കൻ അമേരിക്കക്കാരിയായി എന്നതിന്റെ പേരിൽ നേരിടേണ്ടി വരുന്ന ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിന്റെ ഹൃദയസ്പർശിയായ ഒരു കഥയും കൂടിയാണിത്. ഹു ആർ മെക്സിക്കൻ അമേരിക്കൻസ്? ആരാണ് ഈ മെക്സിക്കൻ അമേരിക്കൻസ് എന്നുള്ളത് എന്നൊന്ന് പരിശോധിക്കാം. Until 1836, Texas was part of Mexico. 1836 വരെ ടെക്സസ് എന്നുള്ള പ്രദേശം മെക്സിക്കോയുടെ ഭാഗമായിരുന്നു. ആൻഡ് ദ റീജിയൻ വാസ് നോൺ ആസ് ദി നോർത്ത് ഈസ്റ്റേൺ മെക്സിക്കോ. ആ പ്രദേശം നോർത്ത് ഈസ്റ്റേൺ മെക്സിക്കോ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ലേറ്റർ ദ ടെക്സസ് മെക്സിക്കൻസ് ഫോട്ട് ഫോർ ദ ഇൻഡിപെൻഡൻസ്. പിന്നീട് ടെക്സസ് പ്രദേശത്തുണ്ടായിരുന്ന മെക്സിക്കക്കാരെല്ലാം കൂടെ ഒത്തുചേർന്ന് അവർക്കൊരു പ്രദേശം വേണമെന്ന രൂപത്തിൽ സംഘടിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവർ പോരാടുകയും ചെയ്തു. ആൻഡ് ഇൻ 1845 ടെക്സസ് ജോയിൻഡ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ബിക്കെയിം ദ 20th സ്റ്റേറ്റ്. അങ്ങനെ 1845 ടെക്സസ് പ്രദേശം ഐക്യ അമേരിക്കയുടെ ഭാഗമാവുകയും അമേരിക്കയുടെ 28ാമത് സ്റ്റേറ്റായി മാറുകയും ചെയ്തു. മെക്സിക്കൻസ് കണ്ടിന്യൂഡ് മൈഗ്രേറ്റിംഗ് ടു ടെക്സസ്. എന്നാൽ പിന്നീടും മെക്സിക്കക്കാര് ടെക്സസ് ഭാഗങ്ങളിലേക്ക് കുടിയേറ്റം തുടർന്നിരുന്നു. ആൻഡ് ദ വർ കോൾഡ് മെക്സിക്കൻ അമേരിക്കൻസ്. അങ്ങനെ മെക്സിക്കയിൽ നിന്ന് അമേരിക്കയുടെ ഭാഗമായിരിക്കുന്ന ടെക്സസിലേക്ക് കുടിയേറുന്നവരെ മെക്സിക്കൻ അമേരിക്കൻസ് എന്നാണ് വിളിക്കപ്പെട്ടത്. ബട്ട് ദേ ഓഫൻ ഫേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഇൻ എവറി ഫീൽഡ്. അങ്ങനെ കുടിയേറ്റി കയറി വന്ന മെക്സിക്കൻ അമേരിക്കൻസ് മിക്കപ്പോഴും പല രീതിയിലുമുള്ള എല്ലാ മേഖലകളിലുമുള്ള ഡിസ്ക്രിമിനേഷൻ, വിവേചനങ്ങൾക്ക് അവർ ഇരയായിരുന്നു. This story is a first-person narration. The central character Martha tells the story from her own perspective. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. ഈ കഥ ഒരു ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണ്. അതായത് ഇതിലെ പ്രധാന കഥാപാത്രമായ സെൻട്രൽ ക്യാരക്ടറായ മാർത്ത അവളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അവളുടെ സ്വന്തം കഥ പറയുകയാണ്. അവൾ പറയുന്നു, അവൾ പഠിക്കാൻ പോയിരുന്നത് ടെക്സസിലെ ഒരു കൊച്ചു സ്കൂളിലേക്കായിരുന്നു. ആ സ്കൂളിൽ എല്ലാ വർഷവും 8ാം തരം പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ആചാരമുണ്ടായിരുന്നു, ഒരു ട്രഡിഷൻ, കസ്റ്റം. എന്തായിരുന്നു ആ കസ്റ്റം എന്നുള്ളതാണ്. എ ബ്യൂട്ടിഫുൾ ഗോൾഡ് ആൻഡ് ഗ്രീൻ ജാക്കറ്റ് വാസ് അവാർഡഡ് ടു ദ ക്ലാസ് വാലഡിക്ടോറിയൻ. ക്ലാസ്സിലെ വാലഡിക്ടോറിയൻ സ്റ്റുഡൻറ്റിന് എന്ന് വെച്ചാൽ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തിയിരുന്ന വിദ്യാർത്ഥിക്ക്
വളരെ മനോഹരമായ ഗോൾഡൻ ഗ്രീൻ കളറിലുള്ള ഒരു ജാക്കറ്റ് അവാർഡായിട്ട് നൽകുന്നതായിരുന്നു ആ ട്രഡീഷൻ അഥവാ കസ്റ്റം, ആചാരം. ആരായിരുന്നു ഈ വാലഡിക്ടോറിയൻ സ്റ്റുഡൻറ് എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. ദ സ്റ്റുഡൻറ് ഹു മെയിൻറ്റെയിൻഡ് ദ ഹയസ്റ്റ് ഗ്രേഡ്സ് ഫോർ 8 years. ഫസ്റ്റ് ഗ്രേഡ് തൊട്ട് 8th ഗ്രേഡ് വരെ ഏറ്റവും ഉന്നതമായ റാങ്ക് നിലവാരം, പഠന നിലവാരം പുലർത്തിയിരുന്ന വിദ്യാർത്ഥിക്കാണ് വാലഡിക്ടോറിയൻ സ്റ്റുഡൻറ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വിദ്യാർത്ഥിക്ക് ഒരു അവാർഡ് നൽകുന്ന ഒരു ചടങ്ങ്, ഒരു പതിവ് അവിടെ ഉണ്ടായിരുന്നു. ഗ്രാജുവേഷൻ എന്നുള്ളത് സാധാരണമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ബിരുദം എന്ന അർത്ഥത്തിലേക്കാണ് ഉപയോഗിക്കാറ്. എന്നാൽ നോർത്ത് അമേരിക്കയിലൊക്കെ അവരുടെ സ്കൂൾ ഫൈനൽ, ഹൈസ്കൂൾ ഫൈനൽ, ആ പഠനം പൂർത്തീകരിക്കുന്ന കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അവിടെ 8ാം തരം പൂർത്തീകരിക്കുന്നതോടെ ആ സ്കൂൾ പഠനം പൂർത്തീകരിക്കുന്നു എന്ന അർത്ഥത്തിൽ 8ാം തരം പൂർത്തീകരിക്കുമ്പോഴാണ് ആ സ്കൂളിലെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന വാലഡിക്ടോറിയൻ സ്റ്റുഡൻറ് അവാർഡ് കൊടുക്കുന്ന പതിവുണ്ടായിരുന്നത്. ഇനി ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്താണ് എന്നുള്ളതാണ് ഒന്നുകൂടെ വിശദീകരിക്കുന്നത്. The scholarship jacket had a big gold S on the left front side and your name written in gold letters on the pocket. നേരത്തെ പറഞ്ഞു അതൊരു ഗ്രീൻ കളറിലാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ മുൻവശത്ത് ഇടത് ഭാഗത്തായിട്ട് ഗോൾഡ് അക്ഷരത്തിൽ എസ് എന്നുള്ള ഒരു ബോൾഡ്, വളരെ വലിയ രൂപത്തിൽ തന്നെ എസ് എന്നുള്ള അക്ഷരം അവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ വിന്നറുടെ പേര് അതിൻ്റെ പോക്കറ്റിലും ഗോൾഡൻ ലെറ്റേഴ്സിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എസ് എന്നുള്ളത് സ്കോളർ എന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് പറയപ്പെടുന്നു. My oldest sister Rosie had won the scholarship jacket a few years back and I fully expected to also. എൻ്റെ മുതിർന്ന സഹോദരി റോസി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ജാക്കറ്റ് നേടിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഞാനും അത് നേടുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലുമായിരുന്നു. I was 14 and in the 8th grade. എനിക്ക് 14 വയസ്സുണ്ടായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിലുമാണ്. എന്ന് വെച്ചാൽ സ്കൂൾ ഫൈനൽ വർഷത്തിലാണ് ഈ പ്രാവശ്യം ഞാനും സ്കോളർഷിപ്പ് നേടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. I had been a straight A student since the first grade and this last year had looked forward very much to owning that jacket. ഞാൻ 1ാം ഗ്രേഡ് തൊട്ട് 8ാം ഗ്രേഡ് വരെ, 1ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെ വളരെ ഉയർന്ന നിലവാരം A ലെവൽ നിലനിർത്തി പോകുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം തീർച്ചയായിട്ടും സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടുമെന്നുള്ള ശുഭ പ്രതീക്ഷയിലുമായിരുന്നു. ലുക്ക് ഫോർവേഡ് ടു എന്നുള്ള ഫ്രേസൽ വെബ് ശ്രദ്ധിക്കുക. ലുക്ക് ഫോർവേഡ് ടു എന്നതിന് ശേഷം എപ്പോഴും ING രൂപത്തിലാണ് വെബ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ കാണാം ലുക്ക് ഫോർവേഡ് ടു ഓണിങ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹോപ്പ് വിത്ത് എക്സൈറ്റ്മെന്റ് ഓർ എക്സ്പെക്ട് വിത്ത് എക്സൈറ്റ്മെന്റ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ലുക്ക് ഫോർവേഡ് ടു ഉപയോഗിക്കുന്നത്. അതോടൊപ്പം എപ്പോഴും ING ഫോം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. My father was a farm laborer who couldn't earn enough money to feed 8 children. എൻ്റെ പിതാവ് ഒരു ഫാം ലേബറർ ആയിരുന്നു, ഒരു കർഷക തൊഴിലാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞങ്ങൾ 8 മക്കളെ പരിപാലിക്കുന്നതിനുള്ള സമ്പാദ്യമുണ്ടായിരുന്നില്ല. അത്രയും സംഖ്യ പണം നേടാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. So when I was 6, I was given to my grandparents to raise. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രയാസം എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് 6 വയസ്സുണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിന് നൽകപ്പെട്ടു, എന്നെ വളർത്തുന്നതിന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും എന്നെ സംരക്ഷിക്കാനും എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞയക്കപ്പെട്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലേബറർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാർത്തയുടെ ഫാദർ ഒരു ഫാമർ എന്ന് നമുക്ക് പറഞ്ഞുകൂടാ, ഫാം ലേബറർ, ഒരു കർഷക തൊഴിലാളിയാണ്. ഒരു ഫാമർ എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും അദ്ദേഹത്തിന് അല്പം സ്വന്തമായിട്ടൊക്കെ ഭൂമി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്ര പോലും സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. ഹി വാസ് ഓൺലി എ ഫാം ലേബറർ. ഭൂമിയൊന്നും സ്വന്തമായിട്ടില്ലാത്ത വെറും ഒരു കർഷക തൊഴിലാളി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. We couldn't participate in sports at school because there were registration fees, uniform costs and trips out of town. ഞങ്ങൾക്ക് ആർക്കും തന്നെ സ്കൂളിലെ സ്പോർട്സ് പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള കാരണം സാമ്പത്തികമായിരുന്നു. രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിലും സ്പോർട്സ് യൂണിഫോം വാങ്ങുന്ന ചെലവിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ സ്പോർട്സ് സംബന്ധമായി ടൗണിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രാ ചെലവുകൾ, ട്രിപ്സ് ഔട്ട് ഓഫ് ടൗൺ, ഇതൊക്കെ വഹിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് even though our family was quite agile and athletic, there would never be a school sports jacket for us. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ, എൻ്റെ സഹോദരന്മാരെല്ലാം തന്നെ എജൈൽ ആൻഡ് അത്ലറ്റിക് ആയിരുന്നെങ്കിലും ഞങ്ങൾക്കാർക്കും തന്നെ ഒരു സ്കൂൾ സ്പോർട്സ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല. This one, the scholarship jacket was our only chance. ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആയിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ അവസരം. അജൈൽ ആൻഡ് അത്ലറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
Able to move quickly and easily. Agile means able to move quickly and easily. വളരെ ചടുലമായ എന്നർത്ഥം. അതോടൊപ്പം അത്ലറ്റിക് മീൻസ് ഫിസിക്കലി സ്ട്രോങ് ആൻഡ് ഫിറ്റ്. ശാരീരികമായി നല്ല ഫിറ്റ് ആയിട്ടുള്ള ശക്തിയുള്ള ഒരു അത്ലറ്റിനെ പോലെ, ഒരു സ്പോർട്സ് താരത്തെ പോലെ എന്നർത്ഥം. In May, close to graduation, spring fever had struck as usual with a vengeance. മെയ് മാസം വന്നു, ഞങ്ങളുടെ ഗ്രാജുവേഷനോട് അടുത്തിരിക്കുകയാണ്, ക്ലാസുകൾ തീരാൻ പോകുന്നു. ഈ സന്ദർഭത്തിലാണ് സ്പ്രിംഗ് ഫീവർ, കാലാവസ്ഥ വ്യതിയാനം, സ്പ്രിംഗ് സീസൺ വന്ന് ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഞങ്ങളെല്ലാവരെയും ശക്തമായിട്ട് പിടിപെട്ടിട്ടുണ്ടായിരുന്നു. വിത്ത് എ വെഞ്ചൻസ് എന്നുള്ളത് ഒരു ഇഡിയോമാറ്റിക് ഫ്രേസാണ്. ശക്തമായി, സ്ട്രോങ്ലി, വിഗ്രസ്ലി എന്നൊക്കെ അർത്ഥം. ഇൻ എ ഗ്രേറ്റർ ഡിഗ്രി ദാൻ എക്സ്പെക്റ്റഡ്. നാം പ്രതീക്ഷിച്ചതിലും കൂടുതൽ അളവിൽ ഞങ്ങളുടെ ശക്തമായിട്ട് ഈ ശാരീരിക അസ്വാസ്ഥ്യമൊക്കെ പിടിപെട്ടിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ഇൻ ക്ലാസ്. ആരും തന്നെ ക്ലാസ്സിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇൻസ്റ്റഡ്, പകരം, വി സ്റ്റെയർഡ് ഔട്ട് ഓഫ് ദ വിൻഡോ ആൻഡ് അറ്റ് ഈച്ച് അതർ. ഞങ്ങളെല്ലാം തന്നെ ജനലിലൂടെ പുറം കാഴ്ചകൾ കണ്ടിരിക്കുകയോ പരസ്പരം മുഖാമുഖം നോക്കിയിരിക്കുകയോ ഒക്കെ ആയിരുന്നു അന്ന് ഒക്കെ ചെയ്തിരുന്നത്. വാണ്ടിങ് ടു സ്പീഡ് അപ്പ് ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് സ്കൂൾ. സ്കൂളിലെ ഇനിയും അവശേഷിക്കുന്ന അവസാനത്തെ ആ ആഴ്ചകൾ വളരെ പെട്ടെന്നൊന്ന് കടന്നു പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഒന്ന് സ്പീഡപ്പ് ആയിരുന്നെങ്കിൽ എന്ന് മോഹിച്ചുകൊണ്ടായിരുന്നു അന്നൊക്കെ ക്ലാസ്സുകളിൽ ഇരിക്കാറുണ്ടായിരുന്നത്. ഐ ഡെസ്പെയർഡ് എവറി ടൈം ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ. കണ്ണാടിയിൽ നോക്കുന്ന ഓരോ പ്രാവശ്യവും എനിക്ക് വല്ലാത്ത നിരാശ തോന്നുമായിരുന്നു എന്നെക്കുറിച്ച് തന്നെ. ഐ ഡെസ്പെയർഡ് മീൻസ് ഐ ഫെൽറ്റ് ഡിസപ്പോയിന്റഡ്. ഞാൻ വളരെയധികം നിരാശയായി. അതിനുള്ള കാരണം, പെൻസിൽ തിൻ നോട്ട് എ കർവ് എനിവർ. എൻ്റെ ശരീരഘടന എന്ന് പറയുന്നത് ഒരു പെൻസിൽ പോലെ മെലിഞ്ഞതും അതോടൊപ്പം തന്നെ ശാരീരികമായിട്ട് ഒരു കേവ്, ഒരു ശാരീരിക ഷേപ്പ്, ഒരു ബോഡി ഷേപ്പ് ഒന്നും ഇല്ലാത്തതുമായിരുന്നു. I was called beanpole and string bean and I knew that's what I looked like. എന്നെ എല്ലാവരും കളിയാക്കി വിളിച്ചിരുന്നത് ബീൻപോൾ, സ്ട്രിങ് ബീൻ എന്നൊക്കെയായിരുന്നു. എനിക്കറിയാം, എന്നെ കണ്ടാലും അതുപോലൊക്കെ ആയിരുന്നു എന്നുള്ളത് എനിക്കും അറിയാമായിരുന്നു. ഈ സെന്റൻസ് ഐ വാസ് കോൾഡ് എന്നുള്ള രൂപത്തിൽ ഒരു പാസീവ് സെന്റൻസ് ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്നെ പരിഹസിച്ച് വിളിച്ചിരുന്നത് ഇതായിരുന്നു. മാർത്തയുടെ നിക് നെയിം ആയിരുന്നു ബീൻപോൾ ആൻഡ് സ്ട്രിങ് ബീൻ. ബീൻപോൾ എന്ന് പറഞ്ഞാൽ പയറ് ചെടിയൊക്കെ പടർന്ന് കയറുന്നതിന് വേണ്ടിയിട്ട് പയറ് കൃഷി ചെയ്യുന്ന ഭൂമിയിൽ നാട്ടി നിർത്തുന്ന തൂണ്, അതുപോലൊപ്പം തന്നെ സ്ട്രിങ് ബീൻ, കയറ് പോലെ നീണ്ട് പടർന്ന് വളരുന്ന പയറ് എന്നൊക്കെയാണ് അർത്ഥം. ഇങ്ങനെയൊക്കെയായിരുന്നു എന്നെ പരിഹസിച്ച് വിളിച്ചിരുന്നത്. ദാറ്റ് റിയലി വാസന്റ് മച്ച് ഫോർ എ 14-year-old ടു വർക്ക് വിത്ത്. മാത്രമല്ല 14 വയസ്സുള്ള എന്നെ പോലുള്ള ഒരു പെൺകുട്ടിക്ക് തലപുകയ്ക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല എന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഐ തോട്ട്, ഞാൻ അങ്ങനെയൊക്കെ കരുതി. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ആസ് ഐ ആബ്സെന്റ് മൈൻഡഡ്ലി വാണ്ടേർഡ് ഫ്രം മൈ ഹിസ്റ്ററി ക്ലാസ് ടു ജിം. എൻ്റെ ഹിസ്റ്ററി ക്ലാസ്സും കഴിഞ്ഞ് ജിം പീരീഡിലേക്ക്, ഇനിയുള്ളത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡാണ്, അതിലേക്ക് ഇങ്ങനെ അലസമായിട്ട്, ആബ്സെന്റ് മൈൻഡഡ്ലി, ശ്രദ്ധയില്ലാതെ അലസമായിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഓർത്തു. ഇനി ആ ജിം പീരീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അനദർ അവർ ഓഫ് സ്വെറ്റിംഗ് ഇൻ ബാസ്കറ്റ്ബോൾ. ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ട് 1 മണിക്കൂർ സമയം ശരീരമാകെ വിയർക്കുന്ന ഒരു പീരീഡാണത്. മാത്രമല്ല, ഡിസ്പ്ലേയിങ് മൈ ടൂത്ത് പിക്ക് ലെഗ്സ് വാസ് കമ്മിങ് അപ്പ്. എൻ്റെ ടൂത്ത് പിക്ക് പോലെ മെലിഞ്ഞ, പല്ല് കുത്തുന്ന ആ ഒരു ടൂത്ത് പിക്ക് പോലെ മെലിഞ്ഞ എൻ്റെ കാലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്ന 1 മണിക്കൂറും കൂടെയാണ് ഈ വരാൻ പോകുന്നത്. Then I remembered my PE shorts were still in a bag under my desk where I had forgotten them. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി ഞാൻ ധരിക്കേണ്ട എൻ്റെ ഷോർട്സ് എൻ്റെ ബാഗിൽ വെച്ച് ഡെസ്കിന് താഴെ ക്ലാസ് റൂമിൽ ഞാൻ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ശ്രദ്ധിക്കേണ്ടത്, PE ഷോർട്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി ധരിക്കുന്ന ഷോർട്സ്, പാൻസ്. ഷോർട്സും പാൻസും ഒരു ഡ്രസ്സ് എന്ന അർത്ഥത്തിലേക്ക് കിട്ടാൻ എപ്പോഴും പ്ലൂറൽ ഫോമിൽ ഉപയോഗിക്കണം. പാൻറ്, ഷോർട്ട് എന്ന് സിംഗുലർ ഫോമിൽ തെറ്റായിട്ട് ഉപയോഗിക്കരുത്. ഷോർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാൽമുട്ട് വരെ എത്തുന്ന പാൻസ്, അതിന് താഴേക്ക് ഉണ്ടായിരിക്കില്ല. ഐ ഹാഡ് ടു വാക്ക് ഓൾ ദ വേ ബാക്ക് ആൻഡ് ഗെറ്റ് ദം. ഇനി ഈ നടന്ന അത്രയും ദൂരം തിരിച്ച് നടന്ന് ക്ലാസ് റൂമിലേക്ക് പോയി അത് എടുത്തു കൊണ്ടുവരേണ്ടതുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കി. കോച്ച് തോംസൺ വാസ് എ റിയൽ ബെയർ ഇഫ് സമൺ വാസ് ഇൻ ഡ്രസ്ഡ് ഫോർ PE. ഞങ്ങളുടെ സ്പോർട്സിൻ്റെ അതല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കോച്ച് തോംസൺ വാസ് എ റിയൽ ബെയർ. ഒരു യഥാർത്ഥ കരടിയായി മാറും ആരെങ്കിലും വേണ്ട വിധം ഡ്രസ്സ് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ. ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി അതിനെ അനുയോജിച്ച യൂണിഫോമോ പറ്റുന്ന ഡ്രസ്സോ ധരിച്ചില്ല എങ്കിൽ
കോച്ച് തോംസൺ ഒരു കരടി ആയി മാറും. കരടിയെ പോലെ എന്നല്ല, കരടിയായി മാറും എന്ന് പറഞ്ഞ ഒരു മെറ്റഫോറിക്കൽ സെന്റൻസ് ആണ് ഇത് എന്ന് ശ്രദ്ധിക്കുക. എന്നിരുന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും she had said I was a good forward and even tried to talk grandma into letting me join the team once. വളരെ ദേഷ്യക്കാരിയായിരുന്നെങ്കിലും ഞങ്ങളുടെ കോച്ച് ഒരു നല്ല ഒരു കോച്ച് കൂടി ആയിരുന്നു എന്ന് മാർത്ത ഇവിടെ അനുസ്മരിക്കുകയാണ്. ഞാൻ നല്ല ഒരു ഫോർവേഡ് കളിക്കാരി, ഫോർവേഡ് മീൻസ് ഒരു മുൻനിര കളിക്കാരിയാണെന്നും എന്നെ സ്കൂൾ ടീമിലേക്ക് ചേർക്കാൻ അനുവദിക്കണമെന്നൊക്കെ ഈ കോച്ച് ഒരിക്കൽ എൻ്റെ ഗ്രാൻഡ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഗ്രാൻഡ്മ സെഡ് നോ. പക്ഷേ തീർച്ചയായിട്ടും ഗ്രാൻഡ്മ അതിന് മറുപടി പറഞ്ഞത് നോ, പറ്റില്ല എന്ന രൂപത്തിലാണ്. I was almost back at my classroom door when I heard voices raised in anger, as if in some sort of argument. ഞാൻ എൻ്റെ ക്ലാസ് റൂമിൻ്റെ വാതിൽക്കൽ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ക്ലാസ്സിനകത്ത് നിന്ന് എന്തോ തർക്കത്തിലെന്ന പോലെ, വാദപ്രതിവാദത്തിലെന്ന പോലെ ശക്തമായ ദേഷ്യത്തിൽ ഉയരുന്ന ശബ്ദം ഞാൻ കേട്ടത്. ഐ സ്റ്റോപ്ഡ്. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്നു. ഐ ഡിഡിൻ മീൻ ടു ഈവ്സ്ഡ്രോപ്പ്. ഞാൻ സംഭാഷണം ഒളിഞ്ഞു കേൾക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഈവ്സ്ഡ്രോപ്പ് മീൻസ് ടു ഹിയർ സംബഡീസ് കോൺവെർസേഷൻ സീക്രട്ടലി. മറ്റുള്ള ആളുകളുടെ സംഭാഷണങ്ങളൊക്കെ രഹസ്യമായിട്ട് കേൾക്കുന്നതിനാണ് ഈവ്സ്ഡ്രോപ്പ് എന്ന് പറയുക. അത് ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഐ ജസ്റ്റ് ഹെസിറ്റേറ്റഡ് നോട്ട് നോയിങ് വാട്ട് ടു ഡു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ മടിച്ചു നിന്നു എന്നർത്ഥം. ഹെസിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ മടിച്ചു നിന്നു. ഐ നീഡഡ് ദോസ് ഷോർട്സ് ആൻഡ് ഐ വാസ് ഗോയിങ് ടു ബി ലേറ്റ്. എനിക്ക് എൻ്റെ ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഷോർട്സ് കിട്ടേണ്ടതുണ്ടായിരുന്നു. ഞാൻ ആ ക്ലാസ്സിലേക്ക് എത്താൻ വൈകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലുമായിരുന്നു. ബട്ട് ഐ ഡിഡിൻറ്റ് വാണ്ട് ടു ഇൻ്ററപ്റ്റ് ആൻ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്. എന്നാൽ എൻ്റെ അധ്യാപകർക്കിടയിലുള്ള ഒരു തർക്കം, ഒരു വാദപ്രതിവാദം, സംഭാഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഇൻ്ററപ്റ്റ് ചെയ്യാൻ, അതിന് ഭംഗം വരുത്താൻ ഞാൻ ആഗ്രഹിച്ചതുമില്ല. ഐ റെക്കഗ്നൈസ് ദ വോയിസസ്. ഞാൻ കേട്ട ആ ശബ്ദം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. മിസ്റ്റർ സ്മിത്ത്, മൈ ഹിസ്റ്ററി ടീച്ചർ, ആൻഡ് മിസ്റ്റർ ബൂനി, മൈ മാത്സ് ടീച്ചർ. എൻ്റെ ഹിസ്റ്ററി അധ്യാപകനും എൻ്റെ മാത്സ് അധ്യാപകനും തമ്മിലായിരുന്നു ആ തർക്കം. ദേ സീംഡ് ടു ബി ആർഗ്യൂയിങ് അബൌട്ട് മീ. അവർ എന്നെക്കുറിച്ചാണ് തർക്കിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് തോന്നി. ഐ കുഡ്ന്റ് ബിലീവ് ഇറ്റ്. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫീലിംഗ് ഓഫ് ഷോക്ക് ദാറ്റ് റൂട്ടഡ് മീ ഫ്ലാറ്റ് അഗൻസ്റ്റ് ദ വാൾ, ആസ് ഇഫ് ഐ വർ ട്രൈങ് ടു ബ്ലെൻഡ് ഇൻ വിത്ത് ദ ഗ്രാഫിറ്റി റിട്ടൺ ദർ. ക്ലാസ് ചുമരിലുണ്ടായിരുന്ന ചിത്രങ്ങളിലേക്ക് ഞാൻ അലിഞ്ഞു ചേരാൻ ശ്രമിക്കുന്നത് പോലെ ആ ചുമരുകളിലേക്ക് എന്നെ നിശ്ചലമായി ചേർത്ത് നിർത്തിയ ആ ഞെട്ടിപ്പിക്കുന്ന സംഭാഷണം, അതെന്നിൽ ഉണ്ടാക്കിയ ഷോക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഗ്രാഫിറ്റി എന്ന് പറഞ്ഞാൽ ചുമരുകളിലൊക്കെ കലാപരമായിട്ട് എഴുതി വെക്കുക, ചിത്രം വരച്ചു വെക്കുക എന്നൊക്കെ, അത്തരം ചിത്രങ്ങൾക്കാണ് ഗ്രാഫിറ്റി എന്ന് പറയുക. ആ ചുമരിലേക്ക് ഞാൻ ചേർന്ന് നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ചിത്രങ്ങളിലേക്ക് ഞാനും സ്വയം അലിഞ്ഞു ചേരുന്ന പോലെ പേടിച്ചരണ്ട് ആ ചുമരിലേക്ക് ഞാൻ പറ്റിച്ചേർന്ന് നിന്നു എന്നർത്ഥം. I refuse to do it. I don't care who her father is. Her grades don't even begin to compare to Martha's. I won't lie or falsify records. Martha has a straight A+ average, and you know it. That was Mr. Smith, and he sounded very angry. ഞാനതൊന്നും ചെയ്യാൻ കൂട്ടാക്കില്ല. അവളുടെ അച്ഛൻ ആരാണെങ്കിലും ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല, ഞാനത് കെയർ ചെയ്യുന്നില്ല, എനിക്കതൊരു പ്രശ്നമല്ല. അവളുടെ ഗ്രേഡ് മാർത്തയുടെ ഗ്രേഡിനോട് താരതമ്യപ്പെടുത്തുന്നതിൻ്റെ അടുത്ത് പോലും വരുത്തുന്നില്ല. ഐ വോണ്ട് ലൈ. കള്ളം പറയാനോ ഫാൾസിഫൈ ചെയ്യാനോ റെക്കോർഡുകൾ തിരുത്താനോ ഞാൻ റെഡിയല്ല. മാർത്തക്ക് A+ ഗ്രേഡ് എന്ന് വെച്ചാൽ A+ ആവറേജ്, ഏറ്റവും ഉയർന്ന മാർക്ക് സ്കോറുണ്ട്. താങ്കൾക്കും അതറിയാമല്ലോ. ഇങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി മിസ്റ്റർ സ്മിത്ത് പറഞ്ഞു. എന്നാൽ മിസ്റ്റർ ബോണിസ് വോയിസ് സൗണ്ടഡ് കാം ആൻഡ് ക്വയറ്റ്. മിസ്റ്റർ ബോണിയുടെ ശബ്ദം വളരെ പതിഞ്ഞതും ഒതുങ്ങിയതുമായിരുന്നു. പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ലുക്ക്, ജോൺസ് ഫാദർ ഇസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ്. ഹി ഓൺസ് ദി ഓൺലി സ്റ്റോർ ഇൻ ടൗൺ. We could say it was a close tie, and ജോവാൻ്റെ ഫാദർ നമ്മുടെ സ്കൂൾ ബോർഡ് മെമ്പർ മാത്രമല്ല, ഈ പട്ടണത്തിലെ ഏക സ്റ്റോറിൻ്റെ ഉടമയും കൂടെയാണ്. നമുക്ക് ഇവർ തമ്മിലുള്ള ഈ മത്സരം
ഏകദേശം ഒരു ടൈ തുല്യ നിലയിലായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞൊപ്പിക്കാമല്ലോ. ഇദ്ദേഹം പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുകയാണ്. ഇവിടെ കാണിക്കുന്നത് ജോവാൻ എന്നുള്ള പെൺകുട്ടിയുടെ, അമേരിക്കൻ പെൺകുട്ടിയുടെ ഫാദർ സ്കൂൾ ബോർഡ് മെമ്പറാണെന്ന് പറയുമ്പോൾ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ടൗണിലെ ഏക സ്റ്റോറിൻ്റെ ഉടമ എന്ന് പറയുമ്പോൾ നല്ല റിച്ചുമാണ് എന്നൊക്കെയാണ് മിസ്റ്റർ ബൂനെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിച്ചത്. ദ പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ് ഡ്രൗണ്ട് ഔട്ട് ദ റെസ്റ്റ് ഓഫ് ദ വേർഡ്സ്. എൻ്റെ കാതുകളിൽ മുഴങ്ങിയ ആ ഞെട്ടിപ്പിക്കുന്ന വാക്കുകൾ അവരുടെ സംഭാഷണത്തിലെ മറ്റു പദങ്ങളെ മൂക്കിക്കളഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ വളരെ ഞെട്ടലോട് കൂടിയാണ് എന്നെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് കേട്ടത്. ആ പൗണ്ടിങ്, ബീറ്റിംഗ് സൗണ്ട്, മുഴങ്ങുന്ന ആ ശബ്ദം ഡ്രൗണ്ട് ഔട്ട്, ഒതുക്കിക്കളഞ്ഞു, മുക്കിക്കളഞ്ഞു ദ റെസ്റ്റ് ഓഫ് ദ വേർഡ്സ്, അവർ സംസാരിച്ച ബാക്കി വാക്കുകളെല്ലാം തന്നെ. ഡ്രൗണ്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒതുക്കിക്കളഞ്ഞു, വലിയൊരു ശബ്ദത്തിനിടയിൽ നമ്മുടെ സാധാരണ ശബ്ദമൊക്കെ ഒതുങ്ങിപ്പോകുന്ന എന്നർത്ഥം. ദ റെസ്റ്റ് മീൻസ് ദ റിമൈനിങ്, അവശേഷിക്കുന്ന ബാക്കി സംഭാഷണ ഭാഗങ്ങൾ. ഓൺലി എ ഫ്യൂ വേർഡ്സ് ഹിയർ ആൻഡ് ദർ ഫിൽറ്റേർഡ് ത്രൂ. അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമാണ് പിന്നെ എൻ്റെ കാതുകളിലേക്ക് ഇറങ്ങി വന്നത്. ഫിൽറ്റേർഡ് ത്രൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒലിച്ചിറങ്ങി വന്നു, ഇറങ്ങി വന്നു എന്നൊക്കെ അർത്ഥം. എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം കേട്ട ആ ഞെട്ടലിൻ്റെ ആ ഷോക്കിനിടയിൽ പിന്നെ എനിക്ക് അവശേഷിക്കുന്നതായിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുള്ള ചില വാക്കുകൾ മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞത് എന്നർത്ഥം. ഞാൻ കേട്ട വാക്കുകൾ ഇതായിരുന്നു പിന്നീട്. മാർത്ത ഈസ് മെക്സിക്കൻ, റിസൈൻ, വോണ്ട് ഡു ഇറ്റ്. മാർത്ത മെക്സിക്കനാണ്, രാജിവെക്കും, ചെയ്യില്ല എന്നൊക്കെ അർത്ഥം വരുന്ന ചില വാക്കുകൾ അവിടെയും ഇവിടെയുമായിട്ടാണ് പിന്നീട് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. ഇങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മിസ്റ്റർ സ്മിത്ത് കെയിം റഷിംഗ് ഔട്ട്. സ്മിത്ത് ഒരു കുതിപ്പോട് കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു. ആൻഡ് ലക്ലി ഫോർ മീ വെൻ ഡൗൺ ദി ഓപ്പോസിറ്റ് വേ ടുവാർഡ്സ് ദി ഓഡിറ്റോറിയം. ഭാഗ്യവശാല് ഞാൻ നിൽക്കുന്നതിൻ്റെ എതിർവശത്തേക്ക്, ഓഡിറ്റോറിയം ഭാഗത്തേക്ക് അദ്ദേഹം അതേ കുതിപ്പിൽ ഇറങ്ങിപ്പോവുകയും ചെയ്തു. സോ ഹി ഡിഡ്ന്റ് സീ മീ. അതുകൊണ്ട് അദ്ദേഹം എന്നെ കണ്ടില്ല. ഷെയ്ക്കിംഗ് ഐ വെയിറ്റഡ് എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ദെൻ വെന്റ് ഇൻ ആൻഡ് ഗ്രാബ്ഡ് മൈ ബാഗ് ആൻഡ് ഫ്ലഡ് ഫ്രം ദ റൂം. ഒരു വിറയലോടുകൂടി, പേടിച്ച് വിറച്ചുകൊണ്ട് അല്പസമയം കൂടെ ഞാൻ അവിടെ നിന്നതിന് ശേഷം പെട്ടെന്ന് ഞാൻ ക്ലാസ് റൂമിലേക്ക് കയറിപ്പോവുകയും ഗ്രാബ്ഡ് മൈ ബാഗ്, എൻ്റെ ബാഗ് വലിച്ചെടുത്തുകൊണ്ട് ഫ്ലഡ് ഫ്രം ദ റൂം, റൂമിൽ നിന്ന് ഒരു കുതിപ്പോടുകൂടി ഞാൻ പുറത്തേക്ക് പോരുകയും ചെയ്തു. ഫ്ലഡ് എന്നുള്ളത് ഫ്ലീഡ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഒളിച്ചോടുക, കുതിച്ചോടുക, പറക്കുക എന്നൊക്കെ അർത്ഥം വരും. ഇവിടെ വളരെ വേഗം ഞാൻ ക്ലാസ് റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങി പോരുകയും ചെയ്തു എന്നർത്ഥം. മിസ്റ്റർ ബോണി ലുക്ക്ഡ് അപ്പ് വെൻ ഐ കെയിം ഇൻ ബട്ട് ഡിഡ്ന്റ് സേ എനിത്തിങ്. അവിടെ ക്ലാസ് റൂമിലുണ്ടായിരുന്ന മാത്സ് അധ്യാപകൻ മിസ്റ്റർ ബോണി ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ തല ഉയർത്തി നോക്കി, പക്ഷേ എന്നോടൊന്നും പറഞ്ഞില്ല. ടു ദിസ് ഡേ ഐ ഡോണ്ട് റിമെമ്പർ ഇഫ് ഐ ഗോട്ട് ഇൻ ട്രബിൾ ഇൻ PE ഫോർ ബീയിങ് ലേറ്റ്. ഈ കഥ പറയുന്ന ഈ കാലം വരെ എനിക്കിപ്പോഴും ഓർമ്മയില്ല അന്ന് ഞാൻ PE പീരീഡിന് വൈകി എത്തിയതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അതോടൊപ്പം തന്നെ ഓർ ഹൗ ഐ മെയ്ഡ് ഇറ്റ് ത്രൂ ദ റെസ്റ്റ് ഓഫ് ദി ആഫ്റ്റർനൂൺ. ഈ ഷോക്കിംഗ് ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായതിന് ശേഷം അന്നത്തെ സ്കൂളിലെ ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഞാൻ എങ്ങനെയാണ് ആ സ്കൂളിൽ ചെലവഴിച്ചത് എന്നും വ്യക്തമായിട്ട് എനിക്ക് പറയാൻ ഓർമ്മയില്ല. ഏതായാലും ഐ വെൻറ്റ് ഹോം വെരി സാഡ് ആൻഡ് ക്രൈഡ് ഇൻ ടു മൈ പില്ലോ ദാറ്റ് നൈറ്റ്, സോ ഗ്രാൻഡ് മദർ വുഡ്ന്റ് ഹിയർ മീ. അന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഞാൻ വളരെ ദുഃഖിതയായിട്ടാണ് പോയത്. രാത്രി മുഴുവനും ഞാൻ എൻ്റെ ഗ്രാൻഡ് മദർ കേൾക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പില്ലോയിലേക്ക്, തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി കരഞ്ഞു തീർക്കുകയും ചെയ്തു. ഇറ്റ് സീംഡ് എ ക്രൂവൽ കോയിൻസിഡൻസ് ദാറ്റ് ഐ ഹാഡ് ഓവർഹെർഡ് ദാറ്റ് കോൺവെർസേഷൻ. എൻ്റെ അധ്യാപകർക്കിടയിലുണ്ടായിരുന്ന ആ സംഭാഷണം ഞാൻ കേൾക്കാൻ ഇടയായത് എന്നെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന, വളരെ ക്രൂരമായി തോന്നുന്ന ഒരു യാദൃച്ഛിക സംഭവമായിരുന്നു, ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായിട്ട് നാം ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുന്ന അവസ്ഥ. ഞാൻ ആ ബാഗ് എടുക്കാൻ അവിടെ വന്നതും എൻ്റെ അധ്യാപകർ ഈ ആർഗ്യുമെന്റിൽ, സംഭാഷണത്തിൽ ഏർപ്പെട്ടതും ഒരുമിച്ചായിരുന്നു. ഞാനത് കേൾക്കാനിടയായി. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. The next day when the principal called me into his office, I knew what it would be about. പിറ്റേ ദിവസം പ്രിൻസിപ്പൽ എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചപ്പോൾ അതെന്തിനെ കുറിച്ച് പറയാനായിരിക്കും എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. He looked uncomfortable and unhappy. ഞാൻ ഓഫീസിലെത്തിയപ്പോൾ പ്രിൻസിപ്പൽ ആകെ അസ്വസ്ഥനും അസന്തുഷ്ടവാനും ആയിരുന്നു. സന്തോഷമില്ലാത്ത, അൺഹാപ്പി എന്ന ഒരവസ്ഥയിലുമായിരുന്നു അദ്ദേഹം.
ഐ ഡിസൈഡഡ് ഐ വാസ് ഇൻ ഗോയിങ് ടു മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ഹിം. ഞാനും തീരുമാനിച്ചു കാര്യങ്ങൾ അത്ര എളുപ്പമാക്കി കൊടുക്കേണ്ടതില്ല, വഴങ്ങേണ്ടതില്ല എന്ന് ഞാനും തീരുമാനിച്ചു. ഓൾറെഡി പ്രിൻസിപ്പൽ അസ്വസ്ഥനും അൺഹാപ്പിയുമാണ്. സോ ഐ ലുക്ക്ഡ് ഹിം സ്ട്രേറ്റ് ഇൻ ദ ഐസ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഞാൻ മടിച്ചു നിന്നില്ല എന്നർത്ഥം. ഹി ലുക്ക്ഡ് അവേ ആൻഡ് ഫിജറ്റഡ് വിത്ത് ദ പേപ്പേഴ്സ് ഓൺ ഹിസ് ഡെസ്ക്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ ആകെ അസ്വസ്ഥത കൊണ്ട് തൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്ന കടലാസുകളെല്ലാം ചുരുട്ടിക്കൂട്ടി അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഫിജറ്റഡ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്ഡ് ഹിസ് ഡിസ്ട്രസ്. അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത അദ്ദേഹം പ്രകടിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മാർത്ത, he said, there has been a change in policy this year regarding the scholarship jacket. As you know, it has always been free. മാർത്ത, ഈ വർഷം നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ നിയമത്തിൽ ചില മാറ്റങ്ങളുണ്ട്. നിനക്കറിയാമല്ലോ, ഇത് ഇക്കാലം അത്രയും ഫ്രീ ആയിരുന്നു. നാം ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന ഒരു അവാർഡായിരുന്നു അത്. ഹി ക്ലിയർ ഹിസ് ത്രോട്ട് ആൻഡ് കണ്ടിന്യൂഡ്. വീണ്ടും അദ്ദേഹത്തിൻ്റെ ത്രോട്ട് ക്ലിയർ ചെയ്തുകൊണ്ട്, സംസാരത്തിന് ക്ലാരിറ്റി വരുത്തത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ടം ക്ലിയർ ചെയ്തുകൊണ്ട് അദ്ദേഹം തുടർന്നു. ദിസ് ഇയർ ദ ബോർഡ് ഹാസ് ഡിസൈഡഡ് ടു ചാർജ് $15, which still won't cover the complete cost of the jacket. ഈ വർഷം നമ്മുടെ സ്കൂൾ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് $15 അതിന് ചാർജ് ചെയ്യണമെന്ന്. $15 എന്നുള്ളത് അതിൻ്റെ യഥാർത്ഥ വില കവർ ചെയ്യുന്ന ഒന്നല്ല. സ്കോളർഷിപ്പ് ജാക്കറ്റ് $15 ഒതുങ്ങുന്നതല്ല. എന്നിരുന്നാലും $15 എങ്കിലും ചാർജ് ചെയ്യണമെന്ന് സ്കൂൾ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു. ഐ സ്റ്റേർഡ് അറ്റ് ഹിം ഇൻ ഷോക്ക് ആൻഡ് എ സ്മോൾ സൗണ്ട് ഓഫ് ഡിസ്മേ എസ്കേപ്ഡ് മൈ ത്രോട്ട്. ഞാൻ അദ്ദേഹത്തെ ഒരു ഞെട്ടലോട് കൂടിയാണ് നോക്കിയത്. പ്രിൻസിപ്പളുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഒരു ഷോക്കാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആൻഡ് എ സ്മോൾ സൗണ്ട് ഓഫ് ഡിസ്മേ എസ്കേപ്ഡ് മൈ ത്രോട്ട്. എൻ്റെ ഉള്ളിൽ നിന്ന്, എൻ്റെ കണ്ഠനാളത്തിൽ നിന്ന് അമ്പരപ്പിന്റെ, നിരാശയുടെ ഒരു നേരിയ ശബ്ദം പുറത്തേക്ക് വന്നു. ഡിസ്മേ എന്ന് പറഞ്ഞാൽ എ സ്ട്രോങ് ഫീലിംഗ് ഓഫ് അൺഹാപ്പിനെസ്, ഡിസപ്പോയിൻമെന്റ്, അമ്പരപ്പ്, നിരാശ എന്നൊക്കെ അർത്ഥം. ഐ ഹാഡ്ന്റ് എക്സ്പെക്റ്റഡ് ദിസ്. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു കാര്യം, $15 അടയ്ക്കേണ്ട ഒരു ഘട്ടം വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹി സ്റ്റിൽ അവോയ്ഡഡ് ലുക്കിംഗ് ഇൻ മൈ ഐസ്. പ്രിൻസിപ്പൽ ഇപ്പോഴും എൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ തുനിഞ്ഞില്ല, അദ്ദേഹം കൂട്ടാക്കിയില്ല. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, സോ ഇഫ് യു ആർ അൺഏബിൾ ടു പേ ദ $15 ഫോർ ദ ജാക്കറ്റ്, ഇറ്റ് വിൽ ബി ഗിവൺ ടു ദ നെക്സ്റ്റ് വൺ ഇൻ ലൈൻ. നിനക്ക് $15 അടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ ജാക്കറ്റ് അടുത്ത ആൾക്ക്, ലിസ്റ്റിൽ നെക്സ്റ്റ് ആൾക്ക് അത് കൊടുക്കപ്പെടും എന്നും എന്നോട് പറഞ്ഞു. ഐ ഡിഡ്ന്റ് നീഡ് ടു ആസ്ക് ഹൂ ദാറ്റ് വാസ്. ആരാണ് ആ അടുത്തുള്ള ആള്, എനിക്ക് ശേഷം തൊട്ടടുത്തുള്ള ആള് ആരാണെന്ന് ചോദിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല. Standing with all the dignity I could muster, I said, I'll speak to my grandfather about it, sir, and let you know tomorrow. എനിക്ക് ആവുന്നിടത്തോളം ധൈര്യം സംഭരിച്ചുകൊണ്ട്, അഭിമാനം, അന്തസ്സൊക്കെ ശേഖരിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രിൻസിപ്പളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, ഞാൻ ഈ കാര്യമെല്ലാം എൻ്റെ ഗ്രാൻഡ് ഫാദറെ അറിയിച്ച് അതിൻ്റെ റിസൾട്ട് താങ്കളെ നാളെ അറിയിക്കാം എന്നും പറഞ്ഞു. ഡിഗ്നിറ്റി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ധൈര്യം, അന്തസ് എന്നൊക്കെ. മസ്റ്റർ ശേഖരിക്കുക, സംഭരിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ പ്രിൻസിപ്പളുടെ ആദ്യ വാക്കുകൾ കേട്ട് ആകെ അസ്വസ്ഥത കൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന മാർത്ത കഴിയുന്നത്ര ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പളോട് പറഞ്ഞത്. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം ഫ്രം ദ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴി മുഴുക്കെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് അന്ന് പോയത്. ദ ഡേർട്ട് റോഡ് വാസ് എ ക്വാർട്ടർ മൈൽ ഫ്രം ദ ഹൈവേ. ബസ് ഇറങ്ങുന്ന ഹൈവേയിൽ നിന്ന്, അതല്ലെങ്കിൽ പ്രധാന റോട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് 1/4 മൈൽ ദൂരം ചെമ്മൺ പാത, മണ്ണ് റോഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ബൈ ദ ടൈം ഐ ഗോട്ട് ഹോം മൈ ഐസ് വർ റെഡ് ആൻഡ് പഫി. അത്രയും ദൂരം ഞാൻ വീട്ടിലേക്ക് നടക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പോയതിൻ്റെ ഫലമായി ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ കണ്ണെല്ലാം ചുവന്ന് തുടുത്തിരുന്നു. പഫി എന്ന് പറഞ്ഞാൽ തുടുത്ത് വീർത്ത്, കരഞ്ഞ് കണ്ണ് വല്ലാതെ തടിച്ചു വീർത്തിരുന്നു എന്നർത്ഥം. വീട്ടിലെത്തിയ ഉടനെ തന്നെ വേർ ഇസ് ഗ്രാൻഡ് പാ, ഐ ആസ്ക്ഡ് ഗ്രാൻഡ് മാ. ഞാൻ എൻ്റെ ഗ്രാൻഡ്മയെ കണ്ട ഉടനെ തന്നെ ഗ്രാൻഡ് പ എവിടെ എന്ന് ചോദിച്ചു. ലുക്കിംഗ് ഡൗൺ അറ്റ് ദ ഫ്ലോർ സോ ഷീ വുഡൻറ്റ് ആസ്ക് മീ വൈ ഐ ഹാഡ് ബീൻ ക്രൈങ്.
ഇത് ഞാൻ ഗ്രാൻഡ്മയോട് ചോദിക്കുന്നത് തറയിലേക്ക് നോക്കിക്കൊണ്ടാണ്. കാരണം എൻ്റെ ചുവന്നു തൊടുത്ത കണ്ണുകൾ ഗ്രാൻഡ്മ കാണാതിരിക്കാനും ഞാൻ എന്തിനാണ് കരഞ്ഞിരുന്നത് എന്ന് ചോദിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഷീ വാസ് സൂയിങ് ഓൺ എ ക്യൂൾട്ട് ആസ് യൂഷ്വൽ ആൻഡ് ഡിഡിൻ ലുക്ക് അപ്പ്. ഗ്രാൻഡ്മ പതിവ് പോലെ തന്നെ തൻ്റെ തയ്യൽ മെഷീനിൽ ഒരു ബെഡ് കവർ, ക്യൂൾട്ട് എന്ന് പറഞ്ഞാൽ എ ഡെക്കറേറ്റഡ് ബെഡ് കവർ, അലങ്കാരമൊക്കെ തുന്നിപ്പിടിപ്പിച്ച ഒരു ബെഡ് കവർ തയ്ച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ്മ തല ഉയർത്തി എന്നെ നോക്കിയതുമില്ല. അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് ഗ്രാൻഡ്മ മറുപടി പറഞ്ഞു, ഐ തിങ്ക് ഹീസ് ഔട്ട് ബാക്ക് വർക്കിംഗ് ഇൻ ദ ബീൻ ഫീൽഡ്. എനിക്ക് തോന്നുന്നു ഗ്രാൻഡ്പ വീടിൻ്റെ പുറകുവശത്ത് നമ്മുടെ ബീൻ ഫീൽഡിൽ പയറെല്ലാം കൃഷി ചെയ്തിരിക്കുന്ന പറമ്പിൽ ഉണ്ടായിരിക്കുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഐ വെന്റ് ഔട്ട്സൈഡ് ആൻഡ് ലുക്ക്ഡ് ഔട്ട് അറ്റ് ദ ഫീൽഡ്സ്. ഞാൻ വീടിന്റെ പുറത്തേക്ക് പിറകുവശത്തേക്ക് പോയിട്ട് ബീൻ ഫീൽഡിലേക്ക് ഗ്രാൻഡ്പയെ കാണുന്നതിന് വേണ്ടി നോക്കി. ദർ ഹി വാസ്. അത് അകലെ അദ്ദേഹത്തെ ഞാൻ കണ്ടു. ഐ കുഡ് സീ ഹിം വാക്കിംഗ് ബിറ്റ്വീൻ ദ റോസ്. ഞാൻ അദ്ദേഹത്തെ ബീൻ ചെടികൾക്ക് ഇടയിലൂടെ നടക്കുന്നതായിട്ടാണ് കണ്ടത്. റോസ് എന്ന് പറഞ്ഞാൽ നിര, ലൈൻ. ഹിസ് ബോഡി ബെൻഡ് ഓവർ ദ ലിറ്റിൽ പ്ലാന്റ്സ്. ആ കൊച്ചു ചെടികൾക്ക് നേരെ അദ്ദേഹത്തിന്റെ ശരീരം ഇങ്ങനെ കുനിച്ചു പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. ഹോ ഇൻ ഹാൻഡ്, കയ്യിൽ കൈക്കോട്ടുമുണ്ട്. വളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത്. ഐ വാക്ക്ഡ് സ്ലോലി ഔട്ട് ടു ഹിം. അദ്ദേഹത്തിന് നേരെ ഞാൻ പതുക്കെ നടന്നു നീങ്ങി. ട്രൈങ് ടു തിങ്ക് ഹൗ ഐ കുഡ് ബെസ്റ്റ് ആസ്ക് ഹിം ഫോർ ദ മണി. എങ്ങനെയാണ് ഗ്രാൻഡ്പയോട് പണം ചോദിക്കാൻ നല്ലത്, ഏത് രീതിയിൽ നന്നായിട്ട് ചോദിക്കണം എന്നൊക്കെ ആലോചിച്ചു കൊണ്ടാണ് ഞാൻ നടന്നു നീങ്ങിയത്. There was a cool breeze blowing and a sweet smell of mesquite fruit in the air. ആ വൈകുന്നേരത്തെ ഇളം കാറ്റിൽ മെസ്കീറ്റ് പഴങ്ങളുടെ സുഗന്ധം പേറിക്കൊണ്ടുള്ള ഒരു മന്ദമാരുതൻ അടിച്ചു വീശുന്നുണ്ടായിരുന്നു. ബട്ട് ഐ ഡിഡ്ന്റ് അപ്രീഷിയേറ്റ് ഇറ്റ്. ആ സമയത്ത് എനിക്കതൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. മെസ്കീറ്റ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കൻ ഭാഗങ്ങളിലുള്ള ഒരു മുൾച്ചെടിയാണ്. അതിൻ്റെ ഫ്രൂട്ട്, അതിൻ്റെ സ്മെല്ല് ആ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പാറി നടക്കുന്നുണ്ടായിരുന്നു. ഐ കിക്ക്ഡ് അറ്റ് എ ഡേർട്ട് ക്ലോഡ്. നടക്കുന്ന വഴിയിൽ ഒരു മൺകട്ടയെ ഞാൻ തട്ടി തകർത്തു. ക്ലോഡ് എന്ന് പറഞ്ഞാൽ എ പീസ് ഓഫ് മഡ്, ഒരു മൺകട്ട. ഐ വാണ്ടഡ് ദാറ്റ് ജാക്കറ്റ് സോ മച്ച്. ആ ജാക്കറ്റ് എനിക്ക് കിട്ടണം. അത് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു മോഹിച്ചു പോയി. ഇറ്റ് വാസ് മോർ ദാൻ ജസ്റ്റ് ബീയിങ് എ വെലഡിക്ടോറിയൻ ആൻഡ് ഗിവിങ് എ ലിറ്റിൽ താങ്ക് യു സ്പീച്ച് ഫോർ ദ ജാക്കറ്റ് ഓൺ ദ ഗ്രാജുവേഷൻ നൈറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വെലഡിക്ടോറിയൻ ആവുക, അതല്ലെങ്കിൽ അവാർഡ് നൽകുന്ന ആ ദിവസത്തിൽ ഒരു കൊച്ചു പ്രസംഗം, ഒരു താങ്ക് യു സ്പീച്ച്, ഒരു നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണം നടത്തുക എന്നൊന്നുമായിരുന്നില്ല എൻ്റെ സ്വപ്നം. ഇറ്റ് റെപ്രസെൻറ്റഡ് 8 years ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് എക്സ്പെക്ടേഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ജാക്കറ്റ് എന്നുള്ളത് എൻ്റെ 8 വർഷത്തെ അധ്വാനവും എൻ്റെ പ്രതീക്ഷയുമായിരുന്നു. Now, we have completed explaining 10 passages of this story. That means almost half of the story is over. The remaining part we will explain in another part of this video tutorial. Till then, goodbye. Thanks for watching.